ഒരു ക്യാമ്പസ് പ്രണയം ഭാഗം 7. പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലാനുള്ള മടി കാരണം അവർ അന്ന് ക്ലാസ് കട്ട് ചെയ്ത് മീരയുടെ വീട്ടിലേക്ക് പോയി. കോളേജിൽ നിന്ന് കുറച്ചു ദൂരമേ അങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ മീരയുടെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പപ്പയും മമ്മിയും ജോലിക്ക് പോയിരുന്നു. അനിയനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. വെറുതെ കോളേജിന്റെ പരിസരത്ത് കറങ്ങി നടന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ആര്യ, എടാ ഇവിടെ ആരുമില്ലല്ലോ. മീര, എടാ അവരൊക്കെ ജോലിക്ക് പോയി. മമ്മി കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ഗൗരി, എടാ പക്ഷെ നമ്മളിങ്ങനെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ നിന്റെ മമ്മി ദേഷ്യപ്പെടുവോ? മീര, അതൊന്നും കുഴപ്പമില്ല. മമ്മി അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ആൾ ഭയങ്കര കൂളാണ്. അർച്ചന, ആണോ? എന്നാ കുഴപ്പമില്ല. ആര്യ, അല്ല നീ പറയാറുള്ള മറ്റു കുഞ്ഞുവാവ എവിടെ? മീര, അത് നമ്മൾ വന്ന വഴി ഒരു ബ്ലൂ കളർ പെയിന്റ് അടിച്ച വീട് കണ്ടില്ലേ? ആ വീട്ടിലെയാ. നമുക്ക് വൈകുന്നേരം പോയി കാണാം. ഇപ്പം നിങ്ങൾ നോക്കി നിൽക്കാതെ അകത്തേക്ക് വാ. മീര അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവർ ചുറ്റുമൊന്ന് നോക്കി. വളരെ വലിയൊരു വീടായിരുന്നു അത്. വീടിന്റെ ഹാളിലായി ഒരു വലിയ അക്വേറിയം ഉണ്ടായിരുന്നു. ഗൗരി അത് കണ്ടതും അതിന്റെ അടുത്തേക്ക് പോയി. ഓ, ഈ മീനുകളൊക്കെ കൊള്ളാലോ. മീര, നിനക്ക് ഇഷ്ടായെങ്കിൽ നീ കുറച്ച് കൊണ്ടുപോയിക്കോ. ഗൗരി, ഞാനത് കൊണ്ടുപോയിട്ട് എവിടെ വെക്കാനടി? ഞാൻ നിനക്ക് ഒരു ബൗൾ തരാം, നീ അതിലിട്ടാ മതി. എനിക്ക് വേണ്ടടി. അതും പറഞ്ഞുകൊണ്ട് അവൾ വീട് മൊത്തം ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴേക്കും അവൾ മുകളിലത്തെ റൂമിലേക്ക് പോയിരുന്നു. അവളുടെ മുറിയിൽ നല്ല വൃത്തിയിൽ എല്ലാ സാധനങ്ങളും അടക്കി വെച്ചിരിക്കുകയായിരുന്നു. അനഘ, അവളുടെ സ്റ്റഡിങ് ടേബിളും എല്ലാം നല്ല ക്യൂട്ടായി അറേഞ്ച് ചെയ്തിരുന്നു. ചുമരിലെല്ലാം ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ് ഉണ്ടായിരുന്നു. അനഘ, ഇതൊക്കെ നീ വരച്ചതാണോ? മീര, അതേടി, കണ്ടാ പറയില്ലെന്നുള്ളൂ, ഞാൻ ഭയങ്കര കലാകാരിയാ. ഗൗരി, ഓ അപ്പൊ ഈ ടോം ആൻഡ് ജെറി ആരാ വരച്ചത്? ഓ, അത് മാത്രം അനിയൻ വരച്ചതാ, ബാക്കിയെല്ലാം ഞാൻ വരച്ചതാണ്. ഗൗരി, കലാകാരി തന്നെ. ആര്യ, അല്ല അതൊക്കെ പോട്ടെ, ഇനി എന്താ പ്ലാൻ? അവനെന്തായാലും പുതിയ പണിയായി വരും. മിക്കവാറും ഇവിടെ എന്തെങ്കിലും കാണിച്ച് അവിടുന്ന് പുറത്തു ചാടിക്കാനേ അവൻ നോക്കുകയുള്ളൂ, അനൊക്കെ പറഞ്ഞു. അർച്ചന, ഒന്നാമതേ ആ കോളേജിലുള്ളവർ എല്ലാം അവന് സപ്പോർട്ടാണ്. ഇപ്പോൾ എന്തായാലും അവിടെയുള്ളവർക്ക് എല്ലാം നമ്മളോട് ദേഷ്യമായി കാണും. ആര്യ, അത് ശരിയാ, ബട്ട് നമ്മളൊക്കെ ഇല്ലേ, അവരൊന്നും ചെയ്യില്ല. മീര, നീ എന്താ ഗൗരി ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഒന്നും പറയാത്തതെന്താ? ഗൗരിയെ കണ്ടതും അവർ ചോദിച്ചു. ഗൗരി, മൂഡ് ഓഫ് ഒന്നുമല്ലടാ, എൻ്റെ പേടി അതല്ല, എൻ്റെ വീട്ടിലുള്ളവർ അറിഞ്ഞ അതാണ്. പിന്നെ ഇവിടെ പഠിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യവുമാണ്. ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്ക് സങ്കടമുണ്ടാവാൻ പാടില്ല, അത്രേ എനിക്കുള്ളൂ. ഗൗരി ദുഃഖത്തോടെ പറഞ്ഞു. ആര്യ, നീ ഇവിടെ തന്നെ പഠിക്കും, അതിലൊരു സംശയവും വേണ്ട. പിന്നെ നീ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കരുത്. നീ ഭയങ്കര ബോൾഡായ കുട്ടിയാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ വേണം. മീര, അതുപോലെ നിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് അധികമായില്ലെങ്കിലും നിന്നെ ഞങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങളെല്ലാം പേടിച്ചപ്പോഴും ആരെയും പേടിക്കാതെ നിന്ന ആളാണ് നീ. അപ്പോൾ നീ ഒരിക്കലും വീക്കാവരുത്. ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നീ ഒന്നും തന്നെ പേടിക്കണ്ട. ബാക്കി എല്ലാവരും അത് പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതുവരെ അവളുടെ ജീവിതത്തിൽ അവളുടെ അച്ഛനല്ലാതെ അവൾക്ക് നല്ലൊരു ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. ഉള്ളവരെല്ലാം അവളെ ചതിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അതിലവളെ ഇത്രയൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവർ അവളെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് താഴെ നിന്ന് ഒരു ശബ്ദം കേട്ടത്.
മോളെ മോളെ മീരേ, നീ എവിടാ? മീരയുടെ മമ്മിയായിരുന്നു അത്. അത് കേട്ടതും അവരെല്ലാവരും താഴേക്ക് ചെന്നു. ആ മമ്മി, ആ ഇത് ആരൊക്കെയാ? എല്ലാവരും ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയേക്കാണല്ലേ? മീരയുടെ മമ്മി അവരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ആര്യ, അല്ല ആന്റി, ആന്റി എങ്ങനെയാ ഇതറിഞ്ഞേ? രമ്യ, അതായത് മീരയുടെ മമ്മി. ആ ബെസ്റ്റ്. ഇവളെനിക്ക് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ മെസ്സേജ് അയച്ചിരുന്നു. പ്രിയ, അതൊക്കെ എപ്പ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഗൗരി, ഇവൾ പറഞ്ഞത് ആന്റി ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയാലും ഒന്നും പറയില്ല എന്നാണ്. അപ്പൊ നേരത്തെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടാണല്ലേ? രമ്യ, പിന്നെ കോളേജ് തുടങ്ങിയിട്ട് 3-4 ഡേ ആയുള്ളൂ, അപ്പോഴേക്കും ഒരു ക്ലാസ് കട്ടിങ്. പിന്നെ കോളേജ് എന്തോ ഇഷ്യൂ ആണെന്ന് പറഞ്ഞോണ്ടാ. മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ. അവൾ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. നീ ഇതൊക്കെ വീട്ടിൽ പറയുന്നുണ്ടല്ലേ, നിനക്ക് ഞാൻ തരാടി. ഗൗരി അവർ പറഞ്ഞതിന് ഒന്ന് ചിരിച്ചു കൊടുത്തിട്ട് മീരയുടെ ചെവിയിലായി അത് പറഞ്ഞു. എന്താണ് രണ്ടാളും ഒരു രഹസ്യം പറച്ചിൽ? ഒന്നുമില്ല മമ്മി, മീര പറഞ്ഞു. പിന്നെ നിങ്ങളെ എല്ലാവരെയും പറ്റി ഇവൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? അയ്യോ, ഞാൻ മറന്നു, നിങ്ങളാരും ലഞ്ച് കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ബാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം, അവർ എല്ലാവരോടുമായി പറഞ്ഞു. അത് കുഴപ്പമില്ല ആന്റി, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, അവർ പറഞ്ഞു. അതൊന്നും പറ്റില്ല, ദേ സമയം 1:45, ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അവർ അതും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് താഴേക്ക് ഫുഡ് കഴിക്കാനായി പോയി. അവർ വേഗം ചെന്ന് എല്ലാവർക്കും ഉള്ള ചോറും കറികളും വിളമ്പി. എങ്ങനെയുണ്ട് കറികളൊക്കെ, ടേസ്റ്റ് ഉണ്ടോ? അവർ അവരോടായി ചോദിച്ചു. ഗൗരി, സൂപ്പറായിട്ടുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ. രമ്യ, ആണോ? താങ്ക് യുടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവന് മോളെ സോറി പറഞ്ഞപ്പോ തന്നെ ക്ഷമിച്ചൂടായിരുന്നോ? പിന്നെ വീണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഒരു നിസ്സാര കാര്യത്തിന്? അനഘ, അത് തന്നെയാ ആന്റി ഞങ്ങളും പറയുന്നത്. അത് വേറെ ആരും ഇതുവരെ അങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, അതാണ്. അത് നിങ്ങൾ എന്തായാലും പ്രതികരിച്ച് നന്നായി, ഇനി എന്ത് വന്നാലും നമുക്ക് നോക്കാം. അവരങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്നു.